അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗും കൊണ്ടാട്ടോ. അപ്പോൾ ഇത് ഞാൻ നമുക്ക് ഈദിന് ഇവിടെ കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഒരു ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഖാദിയിൽ സെയിലുണ്ടായിരുന്ന സമയത്ത് കുറച്ച് സൽവാസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇത് വന്ന സമയത്ത് എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഞാൻ പെരുന്നാളിൻ്റെ അടുപ്പിച്ചിട്ടാണ് ഞാൻ ഓർഡർ ആക്കിയത്. ആ ഒരു സമയത്താണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എനിക്കത് ഓപ്പൺ ആക്കി നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു 5 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും വലിയ റേറ്റൊന്നുമില്ല. ഇവിടുത്തെ ഒരു 22 ദിർഹംസ് വരുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. 22 ദിർഹംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 400-500 രൂപ ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ പെരുന്നാളടുപ്പിച്ച് ഓൺലൈനിലൊക്കെ നല്ല സെയിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇതിങ്ങനെ 2 പീസായിട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ ടോപ്പ് ദുപ്പട്ട അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അങ്ങനെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനെല്ലാം ടോപ്പും ദുപ്പട്ടയും വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് മെയിനായിട്ട് അതാണല്ലോ വേണ്ടത്. പാൻറ്റ്സ് പിന്നെ നമുക്ക് ബ്ലാക്കോ വൈറ്റോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ടോപ്പും ദുപ്പട്ടയും വരുന്നതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണിച്ചതൊക്കെ 22 ദിർഹംസ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ കാണിക്കുന്നത് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു. ഇതൊരു 3 പീസാണ് വരുന്നത്. ഇത് ടോപ്പും ദുപ്പട്ടയും ബോട്ടമും പിന്നെ ഒരു സ്ലീവിൻ്റെ പോർഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 48 ദിർഹംസോ അങ്ങനെ എന്തോ വരുന്നുണ്ട് കേട്ടോ. നാട്ടിലൊരു 1000-1200 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായിപ്പോയി. പിന്നെ എനിക്ക് അറിയില്ല, ഞാൻ ഇവിടുന്ന് സൽവാർ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിക്കാറില്ല. അപ്പോൾ എനിക്ക് അറിയില്ല എവിടെ കൊടുക്കേണ്ടതെന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിച്ചില്ല. ഇനിയിപ്പം ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു റേറ്റൊന്നും നമുക്ക് പൊതുവേ സൽവാസൊന്നും കിട്ടില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ഇക്കാൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് വെക്കാൻ പോകാം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു സൺഡേ ആയിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ മുതൽ ഓഫീസ് ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. പൊതുവേ ഞാനിത് രാത്രി ആട്ടോ ചെയ്യാറ്. പക്ഷേ നമ്മളൊന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇനി എത്താൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അന്ന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ, എന്നിട്ട് പിന്നെ അങ്ങനെ നമുക്കൊരു ഇവിടെ ഒരു അക്വാറിയം ഉണ്ട്, അത് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ ഈ അയൺ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആ ചുളിവൊക്കെ മാറി ഇങ്ങനെ നല്ല വടിവൊത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ അയണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗത്തിൽ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തിറങ്ങി. നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പം ഫുഡെല്ലാം കഴിച്ചപ്പോൾ നമ്മൾ നേരെ അക്വേറിയത്തിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ അൽഖാന എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ അബുദാബിയിൽ. അപ്പോൾ അതിലുള്ള അക്വേറിയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും ഇതിന് വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഓരോ റേഞ്ചിലും വരുന്നുണ്ട്. അപ്പം നമ്മളിതിൽ 140യുടെ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഒരു 2 സംഭവം വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഈ ഒരു ദിവസം ദുബായിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദറിനെയും ഫാമിലീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഇതിൻ്റെ തലേന്നൊക്കെ നല്ല ചുമയൊക്കെ ആയിട്ട് സൗണ്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോക്ക് നടന്നില്ല. അപ്പോൾ പിന്നെ ഹോളിഡേയ്സല്ലേ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. എൻ്റെ മോൾക്കും തന്നെ ഫിഷിനൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഫിഷ് പോയൊക്കെയാ അതാ ഫിഷ്. പിന്നെ അക്വേറിയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 1 ടൈം വിസിറ്റിനൊക്കെ ഓക്കെയാണ്. നല്ല രസത്തിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് ഫിഷും പിന്നെ പല രീതിയിലും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാമ്പാ പാമ്പ് ബബായ് പറഞ്ഞു. പിന്നെ വരാ അത് ഒറിജിനൽ അല്ലല്ലേ? അല്ല വലുത് ഒറിജിനൽ സ്റ്റക്കായി വരിക. പേടിച്ച അതിലൊരു ചിറകിന്റെ വെയ്ക്കുണ്ടാവും. ശരിക്കും ഇത് വീണ
പിന്നെ അവരിങ്ങനെ പഴയ ഒരു സാധനങ്ങളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ എക്കോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തിസലാത്തിൻ്റെ ഒരു പഴയ ഒരു ഫോൺ ബൂത്താണ്, അതിൻ്റെ ഉള്ളിൽ ഫിഷിനെ നിറച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതൊരു പഴയ കാറാണ്, അത് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിലൊക്കെ ഫിഷിനെ നിറച്ചിട്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഓരോ ഫിഷിൻ്റെയും ഇതൊക്കെ, അപ്പം ചില ഫിഷിനൊക്കെ 500 കിലോ ഒക്കെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുട്ടികൾക്കുള്ളൊരു ഏരിയ ആണ്. ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇങ്ങനെ അവരെ പേരൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്, അവിടെ അതിൽ നമ്മൾ കളർ ചെയ്ത ആ ഒരു പിക്ചർ വരും. പിന്നെ ഇങ്ങനെ കളിക്കാനുള്ളൊരു ഏരിയയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് കുട്ടികളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് സോവനേഴ്സൊക്കെ ഉള്ള ഒരു ഷോപ്പാണ് വരിക. നമ്മൾ ബേസിക് ടിക്കറ്റാണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവിടെ വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ബിയോണ്ട് ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വാക്കും പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഫിഷിനെ എങ്ങനെ കെയർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാനുള്ളൊരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട്.
അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടുള്ള ടിക്കറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാ കാണുന്ന ഒരു ബോട്ട് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഉണ്ടാവുക. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടിയിൽ കൂടെ ഫിഷിനെ കാണാം, അത്രയേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. അപ്പോൾ ആ ഗ്ലാസ് ബോട്ട് വരുന്ന ആ ഒരു ടിക്കറ്റിന് വരുന്നത് 160 ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഈ ഫിഷിനെ ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരവിടുന്ന് ഫുഡ് തരട്ടെ. അപ്പോൾ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്. 20 ദിറംസ് എങ്ങാനാണെന്ന് തോന്നുന്നു ഫിഷിനെ ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കതിൻ്റെ ബിഹൈൻഡ് ദ സീൻസൊക്കെ കാണിച്ചു തരും കേട്ടോ. ഇപ്പം ഇതെന്ന് പറയുന്നത് ആ ഒരു ഫിഷിൻ്റെ ഒക്കെ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയാണ്. സുഖമില്ലാത്ത ഫിഷ് അതേപോലെ പുതിയ ബ്രീഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. അതൊക്കെ അവർ ഇങ്ങനെ കാണിച്ചു തരും. നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡും ഉണ്ടാവും. പിന്നെ ഇതാണ് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ ഒരു മെനു, ഒരു ദിവസത്തെ മെനു ആണിത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു, പുറത്തൊക്കെ ഒന്ന് നടന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയത്. ഇവിടെ അൽഖാനിയിൽ അക്വാറിയത്തിലൊന്നും കയറിയില്ലെങ്കിലും നമുക്ക് പുറത്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമാട്ടോ. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മളിടയ്ക്ക് ഇങ്ങനെ വെറുതെ രാത്രിക്ക് ഇങ്ങനെ വെറുതെ മോളെയും കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കാൻ വരാറുണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഹോം സെൻറ്ററിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ ഓഫീസൊക്കെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ ഇനി പോയിക്കാനൊക്കെ കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. മെയിനായിട്ട് ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമാട്ടോ. നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ മോഡൽ പാത്രങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പണ്ടൊന്നും ഞാൻ ഈ ഒരു ഭാഗത്തേക്കേ വരില്ലായിരുന്നു. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ നോക്കി തുടങ്ങിയത്. ഈ ഒരു പ്ലേറ്റിൻ്റെ വേറൊരു മോഡലാണ് എൻ്റെ അടുത്തുള്ളത്. നിങ്ങൾ ചിലപ്പോൾ എൻ്റെ റമദാൻ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മെയിൻലി വന്നത് ഇങ്ങനത്തെ എനിക്കൊരു സ്റ്റോറേജ് ബോക്സ് വേണമായിരുന്നു, ഇങ്ങനെ കുറച്ച് ഭംഗിയുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സ്റ്റോറേജ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ ലിഡ് വരുന്നൊരു ടൈപ്പാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് കണ്ടോ, ഇത് ഒരു ഭാഗത്ത് നമുക്ക് മീറ്റും ഒരു ഭാഗത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കട്ടിംഗ് ബോർഡാണ്.
അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.